പാലക്കാട് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടതായി സംശയം. രാവിലെ ലക്കിടി പാലത്തിന് മുകളിൽ സ്കൂട്ടറും റെയിൻകോട്ടും ചെരുപ്പുകളും കണ്ടിരുന്നു. ഇതിനെ തുടർന്നാണ് അഗ്നിശമന സേന തിരച്ചിൽ ആരംഭിച്ചത്. ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനായി തിരച്ചിൽ തുടരുന്നുമുണ്ട്. ഇന്നലെ വൈകിട്ടാണ് കാവശ്ശേരി എരകുളം സ്വദേശി പ്രവീൺ അപകടത്തിൽപ്പെട്ടത്. നെല്ലിയാമ്പതിയിൽ റോഡിലേക്ക് മരം വീണ് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുമുണ്ട്. വനം വകുപ്പ് അധികൃതർ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, 3 തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. 2 പേരെ കാണാതായിരിക്കുകയാണ്. എന്തെല്ലാമാണ് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏത് ഘട്ടത്തിലാണ് ഉള്ളത്? അതുപോലെ തന്നെ ഇപ്പോൾ നെല്ലിയാമ്പതിയിൽ റോഡിലേക്ക് മരം വീണ് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു എന്നും മനസ്സിലാക്കുന്നു. അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നെല്ലിയാമ്പതിയിൽ വീണ മരം ഇത്തരത്തിൽ അവിടുത്തെ 1 മണിക്കൂർ തടസ്സം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഏതാണെങ്കിലും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി ഇവിടുത്തെ സ്ഥലത്തെ തടസ്സം മാറ്റി ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതാണെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ നേരത്തെ രണ്ടാമതായി സൂചിപ്പിച്ചത് ഈ ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിലുള്ള അകപ്പെട്ടതായ സംഭവമാണ്. ആ സംഭവത്തിൽ ഒരു കൃത്യത ഇപ്പോഴും കൈവന്നിട്ടില്ല. അവിടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ ഒഴുക്ക് ഉൾപ്പെടെയാണുള്ളത്. ഈ പാലത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്കൂട്ടറും അതേപോലെ ചെരുപ്പും ഉൾപ്പെടെ കണ്ടെത്തിയതിനെ തുടർന്ന് സംശയം ഉൾപ്പെടെ തോന്നിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തി. ആദ്യം ഇവിടെ ഒറ്റപ്പാലം പോലീസ് ഉൾപ്പെടെ എത്തുകയും പിന്നീട് വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിവിധ വിദഗ്ധ സംഘങ്ങൾ ഉൾപ്പെടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ശക്തമായ ഒഴുക്കാണ് ഇവിടെ തുടരുന്നത്. ഒപ്പം ഗായത്രി പുഴയിൽ കാണാതായ വിദ്യാർത്ഥിക്കായിട്ടുള്ള തിരച്ചിലും രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. ഇന്നലെ രാത്രി ഇത്തരത്തിൽ വിദ്യാർത്ഥിക്കായിട്ട് തിരച്ചിൽ നടത്തിയെങ്കിലും 7 മണിയോടുകൂടി തിരച്ചിൽ നിർത്തുകയാണ്. ഇന്ന് ഈ പ്രദേശത്ത് ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഈ തിരച്ചിലിനെ പ്രതികൂലമായും ബാധിച്ചിട്ടുണ്ട്. 7 സുഹൃത്തുക്കൾ കൂടിയാണ് ഇത്തരത്തിൽ പുഴയിലെത്തിയത്. കുളിക്കാനായി എത്തിയപ്പോൾ ഒരു വിദ്യാർത്ഥി കാൽ തന്നെ വീഴുമ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ടത്. എന്നാണെങ്കിൽ ഇവിടെയും പരിശോധന ഇവിടെയും തുടരുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥ വലിയ തരത്തിൽ തിരച്ചിലിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, പാലക്കാട് നിന്ന് അജിത് ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.